ഹായ് ഓൾ, നമുക്ക് 11ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. എടാ, ഇത് ആക്ച്വലി ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റൻ ആട്ടോ. ഓക്കെ, ഇത് അഗൈൻ വലിയ സംഭവമൊന്നുമല്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇവിടെ എന്താണ് ഇന്റഗ്രൽ ഓഫ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് റേസ് ടു 1/4 പ്ലസ് 1 പ്ലസ് എക്സ് റേസ് ടു 1/4 അല്ലേ. അപ്പൊ നോർമലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, എക്സ് റേസ് ടു 1/4 ഇവിടെ കുറെ റിപ്പീറ്റ് ചെയ്തൊന്നും 2 പ്രാവശ്യം അല്ലേ. അപ്പൊ ആ എക്സ് റേസ് ടു 1/4 എന്ന റേസ് ടു 1/4 ആയതുകൊണ്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ ഞാൻ ആ എക്സ് റേസ് ടു 1/4 എക്സിന് യു റേസ് ടു 4 എന്ന് കൊടുത്താലേ എന്ത് വേണം, എക്സിന് യു റേസ് ടു 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ 4ഉം 4 മാറിയിട്ട് യു എന്ന ഒരു വൃത്തിയുള്ള ഒരു ഫോമിൽ മാറൂലേ. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, എക്സിന് യു റേസ് ടു 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എക്സ് യു റേസ് ടു 4 ആകുമ്പോഴേ ഡെറിവേറ്റീവ് എന്താ, ഡി എക്സ് എന്താ വരിക, ഡെറിവേറ്റീവ് യു റേസ് ടു 4 ഡി യു അല്ലേ വരിക അല്ലെ. അങ്ങനെയെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ആരാ 4u³ ഡി യു. അഗൈൻ എക്സ് റേസ് ടു 1/4 എന്താ, അവിടെ എക്സ് യു റേസ് ടു 4 അല്ലേ. അപ്പൊ എക്സ് റേസ് ടു 1/4 യു റേസ് ടു 4 റേസ് ടു 1/4 യു അല്ലേ വരിക. അതിനാണല്ലോ ഞാൻ ഇങ്ങനെ ചെയ്തത് അല്ലെ. 1 പ്ലസ് അഗൈൻ എക്സ് റേസ് ടു 1/4 എന്താ യു, യുവും u³ യും പോയ ബാക്കി u² അല്ലേ. 4 പുറത്തെടുത്താൽ ഇന്റഗ്രൽ u² ഡി യു ഡിവൈഡ് ബൈ 1 പ്ലസ് യു എന്ന് പറഞ്ഞാൽ u+1 അല്ലെ. സോ എന്ത് കിട്ടി, ഇന്റഗ്രൽ u² ഡിവൈഡ് ബൈ u+1 ആണ് എന്ത് വന്ന് ഇവിടെ കാണാനുള്ളത് അല്ലെ. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് u² ബൈ u+1 അല്ലെ. അതാണ് നമുക്ക് ചെയ്ത് നോക്കാനുള്ളത്. എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ u² ബൈ u+1. ഓക്കെ, അതിന് വളരെ ഈസിയാണ്. ഒന്ന് ശ്രദ്ധിക്കുക, ഞാനേ ഒരു 1 സബ്ട്രാക്ട് ചെയ്തു, 1 ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയുള്ള എഴുതിയാൽ ഗുണം എന്താ, താഴെ u+1 അല്ലേ അല്ലെ. ഇതിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോണേ. അപ്പൊ എന്താ, അവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ u² മൈനസ് u+1 ആവില്ലേ. ഒരാൾ u² മൈനസ് 1 ബൈ u+1 അല്ലെ. അടുത്ത ആളെ 1 ബൈ u+1 ആവില്ലേ, അതുപോലെ 1 ബൈ u+1. ദെൻ ഒന്നുകൂടി ഇതിന് ചെറുതാക്കാം. ഞാനേ 4 ഇൻറ്റു ഇന്റഗ്രൽ അവിടെ u² മൈനസ് 1 എന്ന് പറഞ്ഞാലേ u+1 ഇൻറ്റു u-1 അല്ലേ അല്ലെ. അപ്പൊ u+1 ഇൻറ്റു u-1 വരുമ്പോഴേ u+1 ബൈ ബാക്കി u-1 അല്ലേ വരിക അല്ലെ, പ്ലസ് 1 ബൈ u+1. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമുല ആയിടാ അല്ലെ. എങ്ങനെയാ, 4 ഇൻറ്റു വാട്ട് ഇസ് ഇന്റഗ്രൽ ഓഫ് u, വാട്ട് ഇസ് ഇന്റഗ്രൽ ഓഫ് u എടാ, u² ബൈ 2 അല്ലേ, മൈനസ് വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് 1, അത് u അല്ലേ, പ്ലസ് വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ u+1 ലോഗ് മോഡ് u+1 അല്ലേ, പ്ലസ് c അല്ലെ. സോ 4 ഓപ്പൺ ആക്കിയാൽ 4 ഇൻറ്റു u² ബൈ 2 2u² അല്ലേ. 4 ഇൻറ്റു മൈനസ് u മൈനസ് 4u, 4 ഇൻറ്റു ലോഗ് മോഡ് u+1 പ്ലസ് c അല്ലെ. ഇനി ഞാൻ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. അവിടെ യു ആരവിടെ, ഇനി ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്, ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ എന്താ, FO0 ആരാ, -6 അല്ലേ അല്ലെ. FO0 -6 എന്ന് പറയുമ്പോഴേ അതിന്റെ അർത്ഥം എന്താ, FO0 -6 എന്ന് പറയുമ്പോൾ x0 ആകുമ്പോൾ ഉള്ള വൈന്റെ വാല്യൂ -6 അല്ലേ അല്ലെ. അവിടെ x0 ആകുമ്പോൾ u എന്താ, x0 ആകുമ്പോൾ u0 അല്ലേ വരിക. അപ്പൊ u0 ആകുമ്പോൾ y എന്താണ്, -6 ആണ്. കാരണം എക്സിന് കൊടുത്തിട്ട് ഞാൻ u ആക്കിയിട്ടുണ്ട്. അപ്പൊ x0 ആകുമ്പോൾ u0 ആണ്. അപ്പൊ u0 y എന്താണ്, -6 ആണ്. സോ യുന് 0 കൊടുക്കട്ടോ. അത് ഓഫ് കോഴ്സ് എന്തിനായിരിക്കും തന്നിണ്ടാവുക, അതെന്തിനായിരിക്കും തന്നിണ്ടാവുക, ഓഫ് കോഴ്സ് നമുക്ക് അറിയുന്ന പോലെ എന്താണ്, c കാണാനാ അല്ലെ. അപ്പൊ u0 ആകുമ്പോൾ y എന്താ, -6. ഇതല്ലേ y, ഇതാണ് y, ഇതാണ് ഫംഗ്ഷൻ y. സോ u0 ആകുമ്പോൾ എന്താ വരിക, ഇത് 0 -4u 0 പ്ലസ് ലോഗ് 1 ആണല്ലേ, അത് 0 ആണ്, പ്ലസ് c എല്ലാം 0 ആയില്ലേ. അപ്പൊ ഇതെന്താണ്, y ആരെ 0 അല്ലേ, y -6 അല്ലേ. സോ y -6 ആണ്. അപ്പൊ ഇതെന്താണ്, 6 ആണ് അല്ലേ. എന്താണ് u0 ആകുമ്പോഴേ y -6, അപ്പൊ ഇത് 0 ഇത് 0, ഇത് ലോഗ് 1 അത് 0, അപ്പൊ c എന്താണ്, -6 ആണ്. സോ c -6 ആണ്, c is -6. അപ്പൊ y എന്തായി, 2u² മൈനസ് 4u അല്ലെ, പ്ലസ് 4 ലോഗ് മോഡ് u+1 പ്ലസ് c ആർ -6 അല്ലെ. ഇത് കാണേണ്ടത് ആരെ, നമുക്ക് കാണേണ്ടത് f1 അല്ലേ. f1 ആകുമ്പോ x1 ആകുമ്പോഴുള്ള ഫംഗ്ഷൻ വാല്യൂ അല്ലേ. അവിടെ x1 ആകുമ്പോ u എന്താ, x1 ആകുമ്പോ u1 ആണ്.
അല്ലെ. അപ്പൊ യുക്ക് 1 കൊടുക്കുക. യുക്ക് 1 എന്തായി y ഈക്വൽ ടു 2 മൈനസ് 4 പ്ലസ് 4 log 2 മൈനസ് 6 അല്ലേ വരിക അല്ലെ. അപ്പൊ എന്ത് വരിക 4 log 2 2 മൈനസ് 4 മൈനസ് 2 അല്ലേ. മൈനസ് 2 മൈനസ് 6 എന്താ മൈനസ് 8 വരിക. 4 log 2 മൈനസ് 8 അവിടെ 4 കോമൺ ആക്കി എടുത്ത് എന്ത് വരിക log 2 മൈനസ് 2 അല്ലേ വരിക അല്ലെ. സർ 4 log 2 മൈനസ് 2 ഓപ്ഷൻ ഏതാ ബി. 4 into ബി മീൻസ് 2 അല്ലെ. സോ 4 into log 2 മൈനസ് 2 ആണ് ആൻസർ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അഗൈൻ നമുക്ക് അറിയുന്ന കൺസെപ്റ്റുകൾ മാത്രമാണ് നമ്മളോട് യൂസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.